ഹായ്, വെൽക്കം ടു പാഷനേറ്റ് പിബിൾസ്. ഈ വീഡിയോയിൽ ഒരു സ്റ്റഡി വ്ളോഗാണ്. ഞാനിതിൽ കെമിസ്ട്രിയാണ് പഠിക്കുന്നത്. പൊതുവേ എനിക്ക് അങ്ങനെ എഴുതി പഠിക്കാന്ന് വെച്ചാൽ വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. ബയോസയൻസ് ആദ്യം എടുത്തപ്പോൾ എന്നോട് അമ്മ പറഞ്ഞ കാര്യം എന്ത് പഠിച്ചാലും നീ ബുക്ക് എടുത്ത് എഴുതണം എന്നായിരുന്നു. അത് ഇത്ര നാളും ഞാൻ കേട്ടില്ല. ഇന്നിപ്പോൾ എന്തായാലും ബോർഡ് എക്സാം ആയില്ലേ, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും എഴുതി പഠിച്ചല്ലേ പറ്റൂ, വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയാണ് പഠിക്കുന്നത്. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ഏറ്റവും മെയിൻ കാര്യം എല്ലാ മോളിക്യൂൾസ് സ്ട്രക്ചറും നമ്മൾ വരച്ച് തന്നെ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് വായിച്ചു. കാരണം ഇപ്പോൾ ഫിസിക്സ് എക്സാം +2 കുറച്ച് ടഫായപ്പോൾ ഞങ്ങൾക്ക് ഇത്ര ബുടക്ക് തന്നിട്ട് ഞങ്ങളുടെ കെമിസ്ട്രി എക്സാം ടഫായി കഴിഞ്ഞാൽ പഠിക്കാൻ സമയം ഉണ്ടായിരുന്നല്ലോ എന്ന് ടീച്ചർ ചോദിച്ചാലോ എന്ന് കരുതി ഞാൻ ബുക്കൊക്കെ എടുത്ത് എഴുതി നല്ല ക്ലിയർ ആയിട്ട് നോക്കി. ഞാനൊരു 2 hours സെക്ഷനാണ് എടുത്തത്. പക്ഷേ ഈ വീഡിയോൻ്റെ അവസാനം വരെ ഞാൻ 2 മണിക്കൂർ കഴിയുന്നവരെ ഞാൻ എടുത്തിട്ടില്ല. കാരണം എൻ്റെ ഫോണിലെ ചാർജ് കഴിഞ്ഞു, പിന്നെ വീഡിയോ എടുക്കുന്ന ഫോണിൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ കംപ്ലീറ്റ് ആയില്ല. പക്ഷെ ഞാൻ പഠിച്ച അത്രയും എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായി. പാഠം കംപ്ലീറ്റ് ആവുമെന്ന് ചോദിച്ചാൽ മേ ബി കംപ്ലീറ്റ് ആവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നാളെയൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും 8-10 ദിവസം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എന്തായാലും പഠിച്ചു തീരും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഹൈഡ്രോ കാർബൺസും ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക്സും എനിക്ക് അത്ര ടഫ് ചാപ്റ്റേഴ്സായിട്ട് തോന്നാറില്ല. പൊതുവേ എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി സിമ്പിളാണ്. പക്ഷേ അതെനിക്ക് എഴുതാമെന്ന് വെച്ചാൽ ഭയങ്കര ടഫാണ്. എനിക്ക് എഴുതി പേനെടുത്ത് കൈയാണെങ്കിൽ പഠിക്കുക അത് എനിക്ക് പറ്റില്ല. എനിക്ക് മാത്സൊക്കെ മൈൻഡ് മാത്സ് ചെയ്യുന്നത് ഇഷ്ടം. അതുപോലെ കെമിസ്ട്രി ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമ്മൾ എഴുതി തന്നെ വേണം. അങ്ങനെ ഞാൻ എഴുതുന്നതൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ കണ്ടുപിടിക്കുന്നത്. പിന്നെ ദിസ് ഈസ് മൈ ഫസ്റ്റ് വ്ളോഗ്. സോ നിങ്ങൾക്കിതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഫോളോ ചെയ്യണേ. പിന്നെ സക്സസ് ഈസ് നോട്ട് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് അങ്ങനെയാണല്ലോ പറയാറ്. അത് പെർസെവറൻസ്, ലവ്, പാഷൻ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും പാഷനേറ്റായിട്ട് പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പേനെടുത്ത് പഠിക്കുന്നത് മാത്രമേ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമുള്ളൂ. അങ്ങനെ ഞാനിന്ന് എഴുതി വന്നപ്പോൾ എനിക്കെന്തോ ഈ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അങ്ങനെ ഇന്ന് കുറച്ച് നേരം ഇന്ന് പഠിച്ചു. ആക്ച്വലി എൻ്റെ ടൈമറിൻ്റെ ഫോണൊക്കെ ചത്തുപോയെങ്കിലും ഡെഡായി സ്വിച്ച് ഓഫ് ആയി പോയെങ്കിലും ഞാൻ പിന്നെയും കുറച്ച് നേരം ഇന്ന് പഠിച്ചു. കാരണം എനിക്ക് ആ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായി. നല്ല പീസ് കാം ആംബിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ. ഒന്നാമത്തെ കാര്യം, സ്റ്റഡി വിത്ത് മ്യൂസിക്. നിങ്ങൾ മ്യൂസിക് വെച്ച് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, മ്യൂസിക്കിൽ ലിറിക്സ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പഠിക്കുമ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. അതായത് പഠിക്കാൻ തുടങ്ങണേക്കാൾ മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം എയിം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഇമാജിൻ ചെയ്യുക. എനിക്ക് അങ്ങനെ എത്തണം, എനിക്കില്ലെങ്കിൽ ഇത്ര മാർക്ക് വേണം, അങ്ങനെയൊക്കെ ഒരു കാര്യം ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഇരുന്ന് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ മനസ്സിൽ നല്ല ഡിറ്റർമിനേഷൻ വേണം. ഇന്ന് ഞാൻ ഇത്രയും തീർത്തിട്ട് ഇവിടുന്ന് എഴുന്നേക്കുള്ളൂ എന്ന്. അങ്ങനെ ഡിറ്റർമൈൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ എത്ര വലിയ ചാപ്റ്റേഴ്സ് ആണെങ്കിലും എന്തൊരു വലിയ സംഭവമാണെങ്കിലും എത്ര അധികം പഠിക്കാണ്ടെങ്കിലും ബ്രേക്സ് എടുക്കാൻ മറക്കരുത്. കറക്റ്റ് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ബ്രേക്ക് എടുക്കുക. ശരിക്കും ഈ പ്രൊമോഡോ ടെക്നിക്ക് പ്രകാരം നമ്മൾ 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് കഴിയുമ്പോൾ ബ്രേക്ക് എടുക്കണമെന്നാണ്. പക്ഷേ നമ്മൾ 25 മിനിറ്റ് കൊണ്ടൊന്നും നമ്മൾ ആക്ച്വലി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. നമ്മളൊരു ടൈമർ സ്റ്റാർട്ടാക്കി ബുക്ക് ഓപ്പൺ ചെയ്ത് അതൊന്ന് പെന്നെടുത്ത് നല്ല ഭംഗിയിൽ ഹെഡിങ്ങൊക്കെ കൊടുത്ത് എഴുതി തുടങ്ങുമ്പോഴേക്കും ശരിക്കും ആ 25 മിനിറ്റ് ആവും. സോ ഒരു 30 മിനിറ്റെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ ഒരു 35 മിനിറ്റെങ്കിലും പഠിച്ചിട്ട് ബ്രേക്ക് എടുക്കുക. ബ്രേക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. ഇപ്പം നല്ല ചൂടാണ്, സൂര്യൻ ഇങ്ങനെ ഉച്ചിയിൽ വന്ന് നിൽക്കുന്ന അത്രയും ചൂടുണ്ട്. സോ എല്ലാവരും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. വെള്ളം കുടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ബ്രെയിൻ ക്ലിയർലി വർക്ക് ചെയ്യുള്ളൂ. ദ നെക്സ്റ്റ് തിങ്, നിങ്ങൾ പഠിക്കുന്ന സ്ഥലം എവിടെയായാലും ക്ലീൻ യുവർ സ്റ്റഡി ഏരിയ. നിങ്ങൾ എവിടെ ഇരുന്നാൽ പഠിക്കണമെങ്കിലും, ഒരു ടേബിളിലിരുന്നാണെങ്കിലും ഒരു ബെഡിലിരുന്നാണെങ്കിലും, വെറെവർ യു സ്റ്റഡി, ക്ലീൻ ഇറ്റ്. മേക്ക് ഇറ്റ് ക്ലീൻ, ദാറ്റ് മേക്ക് യുവർ മൈൻഡ് ക്ലീൻ. കേട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ, ദ സ്റ്റഡി സ്പേസ് ഈസ് റൈറ്റ് പ്രൊപ്പോർഷണൽ ടു ദ സ്റ്റേറ്റ് ഓഫ് യുവർ മൈൻഡ്. വെൻ ഇറ്റ് ക്ലീൻ, യുവർ മൈൻഡ് ഈസ് ബിക്കം ക്ലീൻ. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി നല്ല ക്ലീനായി എനിക്ക് പഠിക്കാൻ പറ്റും എന്ന് വിചാരിക്കും. ഇനി മാക്സിമം സിറ്റ് അറ്റ് എ ഡെസ്ക്. ഒരു ഡെസ്കിൻ്റെ അടുത്ത് ഇരുന്ന് പഠിക്കുക. ഒരു ചെയറിൻ്റെ അടുത്ത്, ഒരു ഡെസ്കിൻ്റെ അടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ വെർട്ടിബ്രൽ കോളം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിരുന്ന് പഠിക്കുക. ദാറ്റ് വിൽ ഇൻക്രീസ് യുവർ ഫോക്കസ്. പിന്നെ നിങ്ങൾ ഒരു ചാപ്റ്ററിനെ സെക്ഷനായിട്ട് തിരിക്കുക. കാരണം വലിയ വലിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്
നമ്മളോട് തന്നെ ചോദിച്ച് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സ്ഥലത്തിരുന്ന് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോൾ ഒരേ കാഴ്ചകൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആവണം, സ്ട്രെസ്ഡ് ആവണം ഫീൽ ചെയ്യും. സോ ഡിഫറെൻറ്റ് സ്ഥലത്തിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആവാം. ആൻഡ് ദ ലാസ്റ്റ് തിങ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡിമോട്ടിവേറ്റഡ് ആവാമെന്ന് വിചാരിക്കുക, എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല, ഇത് ഭയങ്കര ടഫാണ്, സ്റ്റഡിങ് ഇസ് ബോറിങ് എന്നൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ലുക്ക് അറൗണ്ട് ഹൗ ദ ലൈഫ് ഈസ് ഗോയിങ്. നിങ്ങൾക്കത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നുന്നില്ലേ? ഒരു പ്രീമിയം പ്ലാൻ സബ്സ്ക്രിപ്ഷൻ എടുക്കണം തോന്നുന്നില്ലേ? സോ ദ ഓൺലി ഓപ്ഷൻ ഈസ് ബെറ്റർ ലൈഫ് സ്റ്റൈൽ. ബെറ്റർ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് പഠിക്കാനല്ലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്ത് തന്നെയാണ് നിങ്ങളുടെ ഡ്രീമെങ്കിലും അത് പെർസ്യൂ ചെയ്യാൻ, അതിൻ്റെ ഗോളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഡു വാട്ട് യുവർ മൈൻഡ് സേ ആൻഡ് ബി കാം, ബി ഗുഡ്. ദാറ്റ്സ് ഓൾ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.